പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് 2 മക്കളാണുള്ളത്. അതിൽ മൂത്ത മകളുടെ പേര് വീണ തായ്ക്കണ്ടിയിൽ, നമ്മൾ വീണ വിജയൻ എന്നാണ് അവരെ വിളിക്കുന്നത്. രണ്ടാമത്തെ മകൻ്റെ പേര് വിവേക് തായ്ക്കണ്ടിയിൽ എന്നാണ്. അത് വീണയുടെ സഹോദരൻ. പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മകൻ കുറച്ച് നാളായിട്ട് വിദേശത്താണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ആയതുകൊണ്ടാണോ പിണറായി വിജയൻ എവിടെ പോയാലും കൂട്ടത്തിൽ മകളുള്ളത് എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം പിണറായി വിജയൻ ഒരു മകനും കൂടിയുണ്ട്, വിവേക്. ആ മകനെ നമ്മൾ ഒരിടത്തും നമ്മൾ കാണാറില്ല. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ചർച്ച ചെയ്യുന്നത്. പിണറായി വിജയൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് മകളായതുകൊണ്ടാണോ പിണറായി വിജയൻ എവിടെ പോയാലും മകൾ കൂടെയുള്ളത് എന്നുള്ള ചോദ്യമാണ് എനിക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്. നമുക്കറിയാം, പിണറായി വിജയൻ്റെ മകൾ അമൃത കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടിട്ട് കോയമ്പത്തൂർ, അവിടുന്ന് മാനേജ്മെൻറ്റ് കോട്ടയിൽ പാസ്സായി ഇറങ്ങിയതാണ് പിണറായി വിജയൻ്റെ മകൾ. അതിനുശേഷം ഒറക്കൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ എന്തോ ഒരു ചെറിയ ജോലിയിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ആ ജോലി കഴിഞ്ഞ് പൊടുന്നനവേ രവിപിള്ള എന്ന് പറയുന്ന ശതകോടീശ്വരൻ നടത്തുന്ന RP ഇൻഫോടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണ വിജയൻ നിയമിതയായി. നമുക്കറിയാം, സാധാരണഗതിയിൽ ഇതുപോലെയുള്ള IT കമ്പനികളുടെയൊക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ ആണെങ്കിൽ 25-30 വർഷം എക്സ്പീരിയൻസ് വേണം. പല IT കമ്പനികളിലൊക്കെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് 50 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഏതെങ്കിലും IT കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സാധാരണഗതിയിൽ നിയമിതമാകാറ്. ഇനി അതിനു മുമ്പ് നിയമിതമാകുന്നവരുണ്ട്, ചെറുപ്പക്കാരി സ്ഥാനങ്ങളിലേക്ക് വരാറുണ്ട്. പക്ഷേ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാന്മാരായിരിക്കും, ചെറുപ്പത്തിൽ തന്നെ അവരുടെ കഴിവ് അവർ തെളിയിച്ചിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് അവർ ഈ സ്ഥാനത്തേക്കൊക്കെ ചെറുപ്പത്തിൽ വരുന്നത്. പക്ഷേ ഈ 2 ഗണത്തിലും പിണറായി വിജയൻ്റെ മകളെ ചേർക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ പറഞ്ഞ പോലെ 2nd ക്ലാസ്സിലോ 3rd ക്ലാസ്സിലോ ഒക്കെ മാനേജ്മെൻറ്റ് കോട്ടയിൽ നിന്നൊക്കെ പാസ്സായി വന്ന ഒരു വനിതയാണ് ഈ വീണ തായ്ക്കണ്ടിയിൽ. അവർക്കാകെപ്പാടെയുള്ള മേൽവിലാസം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ ആണ് എന്നുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ RP ഇൻഫോടെക്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അവർ സ്ഥാനമേൽക്കുന്ന സമയത്ത് അവരുടെ അച്ഛനായിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ കുറച്ച് കാലം അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നീട് അവരെ കുറിച്ചിട്ട് കേട്ടില്ല. പിന്നീട് നമ്മൾ കേൾക്കുന്ന എന്താണ്, 2014 അവർ എക്സാലോജിക് സൊല്യൂഷൻസ് എന്നും പറഞ്ഞിട്ട് ഒരു IT കമ്പനി തുടങ്ങിയതായിട്ടാണ് നമ്മൾ പിന്നീട് കേൾക്കുന്നത്. ആ IT കമ്പനി തുടങ്ങുന്ന സമയത്ത് IT കമ്പനിയുടെ ഈ പറഞ്ഞ പോലെ 1 മാൻ കമ്പനിയായിരുന്നു. കാരണം കമ്പനി ലോ പ്രകാരം ചുരുങ്ങിയത് ഒരു 6-7 പേരെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവണം എന്നാണ്. പക്ഷേ 1 മാൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്കും ഈ കമ്പനി ആക്ടിൽ വകുപ്പുണ്ട്. ആ വകുപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും വേണമെങ്കിൽ ഒരു കമ്പനി തുടങ്ങാം. അങ്ങനെ ഈ കമ്പനി തുടങ്ങി. ആ കമ്പനി അവർ ഒരു 3-4-5 വർഷക്കാലം പ്രവർത്തിച്ച് വന്നു. ആ പ്രവർത്തിച്ച് വന്നതിനെ തുടർന്നിട്ടാണ് ഇപ്പോൾ ആ കമ്പനി വലിയ തോതിലുള്ള വിവാദത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം എന്താണ്? കൊച്ചിയിലെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, കരിമണൽ കർത്താവ് നടത്തുന്ന കമ്പനിയുടെ കമ്പനിയിൽ നിന്ന് കോടികൾ അവരുടെ കമ്പനിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേസ് വന്നു. SFI അന്വേഷിച്ചു, കുറ്റപത്രം സമർപ്പിച്ചു. ആ കേസിൽ അവർ 9ാം പ്രതിയായിട്ട് നിൽക്കുകയാണ്. അവർക്ക് CMRL കോടികൾ 2,70,00,000 രൂപ കണ്ട് ഇപ്പോൾ കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. അത് കൊടുത്തതിൻ്റെയും കാരണം അവർ പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? കാരണം എനിക്കോ എൻ്റെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലുമോ കരിമണൽ കർത്താവ് ഒരു നയ പൈസ തരില്ല. കാരണം നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള പേറ്റർനേജ് ഇല്ല. പക്ഷേ പിണറായി വിജയൻ്റെ മകളാണ് വീണ വിജയൻ എന്നുള്ളത് കൊണ്ടാണ് 2017-നും 2020-നും ഇടയ്ക്ക് 3 ലക്ഷം രൂപ വീതം എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്കും 5 ലക്ഷം രൂപ വീണ തായ്ക്കണ്ടിയിൽ നേരിട്ടും ഈ CMRL എന്ന് പറഞ്ഞ കമ്പനി കൊടുത്തുകൊണ്ടിരുന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൂടാതെ കരിമണൽ കർത്തായും അയാളുടെ ഭാര്യയും ഇടയിൽ നേതൃത്വത്തിലുള്ള എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ ഇവർക്ക് വായ്പയായി കൊടുത്തിരുന്നുവെന്നും അതിലെന്തോ 5-10 ലക്ഷം രൂപ അവർ തിരിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു എന്നുള്ള ഒരു പുറത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരിമണൽ കർത്താവിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവരുമായി ചില എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരൊരു സേവനവും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് ഇവർക്ക് ഈ സൗകര്യം കിട്ടിയതെന്നുള്ളതിൻ്റെ സൂചനകൾ 2023 6-ാം മാസം പുറത്തു വന്ന ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിലും അതിനെക്കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? നമുക്ക് മനസ്സിലാവുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ള ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അവർ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അനധികൃത ഇടപാടുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ്. ഇതിന് സമാന്തരമായിട്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി എന്ന് നമ്മൾ പറയപ്പെടുന്ന, നമുക്കറിയില്ല കാരണം വെച്ചാൽ പ്രതി മാത്രമാണ്, അവർ തെളിയിക്കപ്പെട്ടില്ല, പ്രതി എന്നറിയപ്പെടുന്ന സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കണം. അവർ 2-3 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ്റെ അനധികൃത ഇടപാടുകളുടെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയൻ്റെ മകളാണ് എന്ന്.
പിണറായി വിജയൻ ഏതൊക്കെ മേഖലകളിൽ അനധികൃതമായി ഇടപെടണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ ആദ്യമായി കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനാണെന്ന് സ്വപ്ന സുരേഷ് 3 വർഷം മുമ്പ് പൊതുമണ്ഡലത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട്. പിണറായി വിജയൻ്റെ വീട് ക്ലിഫ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്ന യോഗത്തിൽ പിണറായി വിജയൻ മകള് CM രവീന്ദ്രൻ എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കരൻ, പിണറായി വിജയൻ്റെ മറ്റൊരു IAS പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നളിനി നെറ്റോ, ഇവരൊക്കെ ഉൾപ്പെടെയുള്ളവർ ചേരുന്ന യോഗങ്ങളിൽ സ്വപ്ന സുരേഷും പങ്കെടുത്തു വരുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. ആ യോഗങ്ങളിലൊക്കെ വെച്ച് ഏതൊക്കെ മേഖലകളിൽ പിണറായി വിജയൻ ഇടപെടണം എന്നുള്ളതിൻ്റെ സൂചന നൽകുന്നത്, ഏതൊക്കെ മേഖലകളിൽ അനധികൃതമായി പിണറായി വിജയൻ ഇടപെടണം എന്നുള്ളതിൻ്റെ സൂചന നൽകുന്നത് പ്രധാനമായും മകളാണ് എന്ന് സ്വപ്ന സുരേഷ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കോവിഡ് കാലത്തുമൊക്കെ തന്നെ ഈ ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ള മിക്കവാറും പ്രോജക്റ്റുകളുടെ എല്ലാം ഈ പറഞ്ഞതുപോലെ മൊത്തം കാര്യങ്ങളും നോട്ടമോ ഒക്കെ പിണറായി വിജയൻ്റെ മകളാണ് നടത്തിയിരുന്നതെന്നും പല പ്രോജക്റ്റുകളിൽ നിന്നും കോടികൾ അവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുമൊക്കെ സ്വപ്ന സുരേഷ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ മകളെ എപ്പോഴും കൊണ്ടു നടക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകും. പിണറായി വിജയൻ ഈ അദാനി തുറമുഖത്തിൻ്റെ ഉന്നത യോഗത്തിൽ മകളെ പങ്കെടുപ്പിച്ചത് എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടും. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ 2 മക്കളിൽ വെച്ച് പിണറായി വിജയൻ്റെ ഇളയ മകൻ വിവേക് തായ്ക്കണ്ടിക്ക് പകരം പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണ വിജയനും കൊണ്ട് പിണറായി വിജയൻ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയൻ ഇടപെടുന്ന അനധികൃത ഇടപാടുകളെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനാണ്, മറിച്ച് വിവേക് തായ്ക്കണ്ടി എന്ന് പറയുന്ന 2ാമത്തെ മകൻ അല്ല എന്ന് വ്യക്തമാകും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എവിടെ പോകുമ്പോഴും പിണറായി വിജയൻ്റെ നിഴലായി പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണ വിജയൻ നടക്കുന്നതിൻ്റെ അരമന രഹസ്യം എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സൂചിപ്പിക്കുന്നത്.